എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുശ്രീ പി. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ പ്രവർത്തിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പല മാതാപിതാക്കളെയും അപ്രതീക്ഷിതമായി ഭയപ്പെടുത്തുകയും പലപ്പോഴും തെറ്റായി മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. കുട്ടികളിൽ കാണുന്ന ടിക്സ് ഡിസോർഡർ അഥവാ ടിക്സ്. പല മാതാപിതാക്കളും ആദ്യം ശ്രദ്ധിക്കുന്നത് ഇങ്ങനെയാണ്: കുഞ്ഞ് ഇടയ്ക്കിടെ കണ്ണ് മിടുക്കുന്നു, വായ് ചുളിക്കുന്നു, മൂക്ക് വലിക്കുന്നു, തല കുലുക്കുന്നു, അല്ലെങ്കിൽ ചുമയ്ക്കുന്നത് പോലെയോ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയോ ആവർത്തിച്ച് ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ ഇത് എന്താ ഇങ്ങനെ? ഇത് ശീലമാണോ? ശ്രദ്ധ നേടാൻ ചെയ്യുന്നതാണോ? ഇത് നാഡീ പ്രശ്നമാണോ? എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ മാതാപിതാക്കളുടെ മനസ്സിൽ വരാം. ചിലർ കുഞ്ഞിനോട് ഇത് നിർത്തൂ, ഇങ്ങനെ ചെയ്യരുത്, ആളുകൾ നോക്കും എന്ന് പറഞ്ഞ് ശാസിക്കാറുമുണ്ട്. പക്ഷേ ആദ്യം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം: ടിക്സ് കുട്ടിയുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. ടിക്സ് എന്ന് പറയുന്നത് കുഞ്ഞ് അറിയാതെ അവൻ്റെ തലച്ചോറിൽ നിന്ന് വരുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണ്. ഇത് അഭിനയമല്ല, ശീലമല്ല, വാശിയുമല്ല. ചെയ്യരുത് എന്ന് തീരുമാനിച്ചാൽ നിർത്താൻ കഴിയുന്ന ഒരു കാര്യവുമല്ല ഇത്. ചില കുട്ടികൾക്ക് ശ്രമിച്ചാൽ കുറച്ച് സമയം ടിക്സ് നിർത്താൻ കഴിയാം. പക്ഷേ അതിന് ശേഷം അത് കൂടുതൽ ശക്തിയായി വരും. കാരണം ടിക്സ് ഉണ്ടാകുന്നത് ശക്തമായ ഉള്ളുണർവിൻ്റെ ഫലമായിട്ടാണ്. കുട്ടികളിലെ ടിക്സ് സാധാരണയായി 5 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് കൂടുതലായി കാണുന്നത്. ആൺകുട്ടികളിൽ ഇത് അല്പം കൂടുതലായി കാണാം. ചില കുട്ടികളിൽ കണ്ണ് മിടുക്കൽ, മുഖചലനങ്ങൾ, തല കുലുക്കൽ പോലുള്ള ചലന ടിക്സ് കാണാം. ചില കുട്ടികളിൽ തൊണ്ട വൃത്തിയാക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കൽ, മൂക്ക് വലിക്കൽ, ചെറിയ ശബ്ദങ്ങൾ ആവർത്തിക്കൽ പോലുള്ള ശബ്ദ ടിക്സുകളും കാണാം. ചില കുട്ടികളിൽ ഈ രണ്ടും ഒരുമിച്ച് ഉണ്ടാകാം. ഇതിൽ പലതും താൽക്കാലികമായ ടിക്സുകളായിരിക്കും. വരും പോകും, പിന്നെയും വരും. ചിലപ്പോൾ ഇവ സ്ഥിരമായതുപോലെയും തോന്നാം, പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ. മാതാപിതാക്കൾ അറിയേണ്ട
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കുട്ടികളിലെ പല ടിക്സുകളും മാനസിക സമ്മർദ്ദത്തോടും ഉത്കണ്ഠയോടും നേരിട്ട് ബന്ധപ്പെട്ടതാണ്. പരീക്ഷാസമയം, പഠന സമ്മർദ്ദം, ട്യൂഷൻ ക്ലാസുകളുടെ അമിത ഭാരം, സ്കൂളിലെ സമ്മർദ്ദം, കഴിവിന് മീതെ പഠിക്കാൻ ശ്രമിക്കൽ, മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യൽ, തെറ്റ് ചെയ്താൽ ശാസനം കേൾക്കുമോ എന്ന പേടി, ഇതെല്ലാം കുട്ടിയുടെ നാഡീവ്യവസ്ഥയെ അമിതമായി ബാധിക്കുമ്പോൾ ടിക്സ് പുറത്തുവരാൻ സാധ്യത കൂടുതലാണ്. അതായത് പല ടിക്സുകളും തലച്ചോറിൻ്റെ ഒരു സമ്മർദ്ദ പ്രതികരണം ആണ്. കുഞ്ഞിന് തൻ്റെ വിഷമം വാക്കുകളിലൂടെ പറയാൻ കഴിയാത്തപ്പോൾ ശരീരമാണ് സഹായം തേടി പ്രതികരിക്കുന്നത്. ഇത് മാതാപിതാക്കളുടെ തെറ്റല്ല, കുഞ്ഞിൻ്റെ തെറ്റുമല്ല. ഇത് തലച്ചോറും ശരീരവും തമ്മിലുള്ള ഒരു ആശയവിനിമയ പ്രശ്നമാണ്. എന്നാൽ ടിക്സ് കണ്ടപ്പോൾ ഇത് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമോ? ഇത് ഗുരുതരമായ രോഗമാണോ എന്ന ചിന്തകളിലേക്ക് മാതാപിതാക്കൾ പെട്ടെന്ന് പോകാറുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. കുട്ടികളിലെ ഭൂരിഭാഗം ടിക്സുകളും അപകടകരമല്ല, സ്ഥിരവുമല്ല. മരുന്ന് ആവശ്യമില്ലാത്ത അവസ്ഥകളാണ്. എന്നാൽ മാതാപിതാക്കൾ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ടിക്സ് കൂടുതൽ ശക്തമാക്കും. ഒന്നാമത്, ഇടയ്ക്കിടെ തിരുത്തൽ. ഇത് നിർത്തൂ, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നത് കുഞ്ഞിൻ്റെ ഉത്കണ്ഠ കൂട്ടും. ഉത്കണ്ഠ കൂടുമ്പോൾ ടിക്സും കൂടും. രണ്ടാമത്, പൊതുസ്ഥലങ്ങളിൽ നാണം കെടുത്തൽ. ആളുകൾ നോക്കും, നാണമില്ലേ എന്ന വാക്കുകൾ കുഞ്ഞിൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കും. മൂന്നാമത്, അമിത ശ്രദ്ധ. ഓരോ ടിക്സും എണ്ണുക, വീഡിയോ എടുക്കുക, മറ്റുള്ളവർക്ക് കാണിക്കുക. ഇതെല്ലാം ടിക്സിനെ കൂടുതൽ ശക്തമാക്കും. ഇവിടെയാണ് ശരിയായ സമീപനം വളരെ പ്രധാനമാകുന്നത്. ടിക്സ് ഉള്ള കുട്ടിയെ അവഗണിക്കുന്നതാണ് പലപ്പോഴും ഏറ്റവും നല്ല ചികിത്സ. ഇവിടെ അവഗണിക്കുക എന്നത് കുഞ്ഞിനെ അവഗണിക്കുന്നതല്ല, ടിക്സിനെ മാത്രം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതിരിക്കുക എന്നതാണ്. കുഞ്ഞിന് സുരക്ഷിതവും ശാന്തവുമായ ഒരു അന്തരീക്ഷം ലഭിക്കുമ്പോൾ ടിക്സ് പലപ്പോഴും സ്വാഭാവികമായി കുറയും. മരുന്നില്ലാതെ തന്നെ കുട്ടികളിലെ ടിക്സ് നിയന്ത്രിക്കാൻ കഴിയുന്ന നിരവധി മാർഗങ്ങൾ
ഉണ്ട്. ഒന്നാമതായി മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, കുഞ്ഞിൻ്റെ ദിവസക്രമം സ്ഥിരമാക്കുക, ഉറക്കം മതിയായുണ്ടോ എന്ന് ഉറപ്പാക്കുക, അമിതമായ പഠനസമ്മർദ്ദവും ട്യൂഷനും കുറയ്ക്കുക, സ്ക്രീൻ സമയം നിയന്ത്രിക്കുക, വീട്ടിൽ കൂവലും പേടിയും കുറച്ചൊരു ശാന്തമായ അന്തരീക്ഷം ഒരുക്കുക. ഈ മാറ്റങ്ങൾ മാത്രം പല കുട്ടികളിലും വലിയ വ്യത്യാസം ഉണ്ടാക്കും. രണ്ടാമതായി, കുട്ടിക്കും മാതാപിതാക്കൾക്കും ടിക്സ് എന്താണെന്ന് ശരിയായി മനസ്സിലാക്കണം. ഇത് നിന്റെ തെറ്റല്ല എന്ന് കുഞ്ഞ് മനസ്സിലാക്കുന്നത് തന്നെ വലിയ ആശ്വാസമാണ്. അത് ചികിത്സയുടെ പകുതിയാണ്. മൂന്നാമതായി, പരിശീലനം നേടിയ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടെ ചില പെരുമാറ്റ ചികിത്സകൾ ചെയ്യാം. ടിക്സ് വരുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഉള്ളുണർവ് തിരിച്ചറിയാനും അതിന് പകരം മറ്റൊരു പ്രതികരണം പഠിക്കാനുമുള്ള ചികിത്സാ രീതികൾ ഉണ്ട്. ഇതിലൂടെ ടിക്സിൻ്റെ തീവ്രതയും ആവർത്തനവും കുറയ്ക്കാൻ സാധിക്കും. ഇവിടെ ലക്ഷ്യം ടിക്സ് ബലമായി നിർത്തുക എന്നതല്ല, നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുക എന്നതാണ്. അതോടൊപ്പം ശ്വാസാഭ്യാസങ്ങൾ, ശരീരശമന വ്യായാമങ്ങൾ, മനസ്സിനെ ശാന്തമാക്കുന്ന ലളിതമായ അഭ്യാസങ്ങൾ എന്നിവയും വളരെ സഹായകരമാണ്. ശാന്തമായ തലച്ചോറും നാഡീവ്യവസ്ഥയും തന്നെയാണ് ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അടിസ്ഥാനം. മാതാപിതാക്കൾക്കുള്ള മാർഗനിർദ്ദേശവും വളരെ പ്രധാനമാണ്. ടിക്സ് ഉള്ള കുട്ടിയോട് എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണം, എന്ത് പറയരുത്, സ്കൂളിലെ അധ്യാപകരോട് എങ്ങനെ വിശദീകരിക്കണം, ഇതെല്ലാം ശരിയായി അറിയുമ്പോൾ കുഞ്ഞിനെ കൂടുതൽ സുരക്ഷിതമായി വളർത്താൻ കഴിയും. അധ്യാപകരോട് ടിക്സിനെക്കുറിച്ച് തുറന്നു പറയുന്നത് കുഞ്ഞിനെ അനാവശ്യ സമ്മർദ്ദങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ ടിക്സുകൾക്കും മരുന്ന് ആവശ്യമില്ല. കുട്ടികളിലെ ഭൂരിഭാഗം ടിക്സുകളും ലഘുവായതും താൽക്കാലികവുമായിരിക്കും. ശരിയായ പിന്തുണയും ശാന്തമായ അന്തരീക്ഷവും ലഭിച്ചാൽ മരുന്നില്ലാതെ തന്നെ ഇവ നിയന്ത്രിക്കാനാകും. ടിക്സ് വളരെ ഗുരുതരമായി കുട്ടിയുടെ പഠനത്തെയും സാമൂഹിക ജീവിതത്തെയും ബാധിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ മരുന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ.
അതും വിദഗ്ധരെ നിർദ്ദേശപ്രകാരം മാത്രം. ടിക്സ് ശരിയായി കൈകാര്യം ചെയ്യാതെ കുഞ്ഞിനെ നിരന്തരം ശാസിച്ച് ഭയപ്പെടുത്തി നാണം കെടുത്തി വളർത്തിയാൽ അത് കൗമാരത്തിലേക്കും മുതിർന്ന ജീവിതത്തിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ആത്മവിശ്വാസക്കുറവ്, ഉത്കണ്ഠ, സാമൂഹിക പിന്മാറ്റം എന്നിവയും ഉണ്ടാകാം. എന്നാൽ ശരിയായ സമയത്ത് ശരിയായ സഹായം ലഭിച്ചാൽ പല കുട്ടികളും ടിക്സിനെ സ്വാഭാവികമായി മറികടക്കും. മാതാപിതാക്കളെ, ടിക്സ് ഉള്ള കുഞ്ഞ് വിചിത്രനല്ല, ബലഹീനനുമല്ല, ശ്രദ്ധ തേടുന്നവനുമല്ല. അവൻ തൻ്റെ തലച്ചോറിൻ്റെ സന്ദേശങ്ങളോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ്. ശിക്ഷ വേണ്ട സമയത്ത് മനസ്സിലാക്കലാണ് മരുന്ന്. ഭയം അല്ല, സുരക്ഷയാണ് സൗഖ്യം. അവസാനമായി ഞാൻ പറയുന്നത് ഇതാണ്: കുട്ടികളിലെ ടിക്സ് നിങ്ങളുടെ പരാജയമല്ല, പക്ഷേ അത് തെറ്റായി കൈകാര്യം ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കാം. സഹായം തേടുന്നത് ദൗർബല്യമല്ല, പരിശീലനം നേടിയ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്നത് മരുന്നില്ലാതെ പോലും ടിക്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശരിയായ വഴി തുറക്കും. കുഞ്ഞ് ശാന്തനായാൽ തലച്ചോറും ശാന്തമാകും. തലച്ചോർ ശാന്തമായാൽ ടിക്സും പതുക്കെ കുറയും. നിങ്ങളുടെ കുഞ്ഞിന് ശാന്തമായ ഒരു നാഡീവ്യവസ്ഥയും സുരക്ഷിതമായ ഒരു ബാല്യവും ലഭിക്കട്ടെ. നന്ദി.